നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് നാടുകളിലേക്ക് ജോലി അന്വേഷിച്ചു പോകുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ നിലവിൽ വിസിറ്റ് വിസ എടുത്താണ് പോവാറുള്ളത്. എന്നാൽ അവിടെ ചെന്ന് തൊഴിൽ കണ്ടെത്തിയ ശേഷം തൊഴിൽ വിസയിലേക്ക് മാറുന്നതാണ് പതിവ് രീതി. വിസിറ്റ് വിസ ലഭിക്കണമെങ്കിൽ തന്നെ ആരെങ്കിലും അത് സ്പോൺസർ ചെയ്യേണ്ടത് പതിവ് രീതിയാണ്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണ് വിസിറ്റ് വിസ എടുത്തു നൽകാറുള്ളത്. എന്നാൽ UAE-യിലേക്ക് ഇനി മുതൽ തൊഴിൽ തേടി വരുന്നവർക്കായി പ്രത്യേക തൊഴിലന്വേഷക വിസ നടപ്പിലാക്കിയിരിക്കുകയാണ് UAE ഭരണകൂടം. ഒക്ടോബർ 3 മുതലാണ് ജോബ് എക്സ്പ്ലോറേഷൻ വിസ എന്ന പേരിൽ പുതിയ വിസ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച പ്രതിഭകളെയും പ്രൊഫഷണലുകളെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAE ഈ വിസ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വിസയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ വിസയ്ക്ക് സ്പോൺസർ ആവശ്യമില്ല എന്നതാണ്. സ്വന്തം സ്പോൺസർഷിപ്പിലാണ് ഒരു തവണ മാത്രം രാജ്യത്തേക്ക് വരാൻ സാധിക്കുന്ന സിംഗിൾ എൻട്രി പെർമിറ്റ് നൽകുക. അതിനാൽ തന്നെ UAE-യിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്പോൺസർ ചെയ്യാൻ ഇല്ലാത്തവർക്കും ഈ വിസ സ്വന്തമാക്കാനും UAE-യിൽ എവിടെയും ജോലി അന്വേഷിക്കാനും സാധിക്കുന്നതായിരിക്കും. എന്നാൽ ചുരുങ്ങിയത് ബിരുദ യോഗ്യതയോ തത്തുല്യമായ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് തൊഴിലന്വേഷക വിസയ്ക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച 500 സർവകലാശാലകളിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി പുറത്തിറങ്ങിയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. UAE മനുഷ്യ വിഭവ എമറൈറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ നൈപുണ്യ വിഭാഗങ്ങളുടെ പട്ടിക പ്രകാരം 1, 2, 3 വിഭാഗം മേഖലകളിൽ നിന്ന് വരുന്നവർക്കാണ് ഈ വിസ ലഭിക്കാൻ അവസരം ഉണ്ടാകുക. ഇത് പ്രകാരം മാനേജർമാർ, ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പ്രൊഫഷണലുകൾ, ഈ മേഖലകളിലെ ടെക്നീഷ്യന്മാർ തുടങ്ങിയ തൊഴിൽ മേഖലകളിൽ നിന്ന് വരുന്നവർക്ക് വിസ ലഭിക്കാൻ അർഹതയും ഉണ്ടായിരിക്കും. തൊഴിലന്വേഷിച്ച് UAE-യിലെത്തുന്നവർക്ക് ഇഷ്ടാനുസരണം വിസ കാലാവധി തിരഞ്ഞെടുക്കാൻ പാകത്തിൽ 3 തരം വിസകളാണ് അധികൃതർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ കാലാവധി 60 ദിവസത്തേക്കാണ്. തൊഴിൽ കണ്ടെത്താൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് തോന്നുന്നവർക്ക് 90 ദിവസത്തേക്കും 120 ദിവസത്തേക്കുള്ള വിസകൾ തിരഞ്ഞെടുക്കാവുന്നതുമാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം വിശദമാക്കിയിട്ടുമുണ്ട്. അതായത് 4 മാസം വരെ തൊഴിലന്വേഷകർക്ക് UAE-യിൽ താമസിച്ച് അനുയോജ്യമായ ജോലി കണ്ടെത്താൻ ഇതുവഴി സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത്തരം വിസകൾക്കുള്ള ഫീസുകളാണ് പറയാൻ പോകുന്നത്. വിസയുടെ കാലാവധിക്കനുസൃതമായി തന്നെ വ്യത്യസ്തമായ ഫീസാണ് അധികൃതർ ഈടാക്കുന്നത്. 60 ദിവസ വിസയ്ക്ക് 1495 ദിർഹവും, 90 ദിവസ വിസയ്ക്ക് 1655 ദിർഹവും, 120 ദിവസത്തേക്കുള്ളതിന് 1815 ദിർഹവുമാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സെക്യൂരിറ്റി, ഡിപ്പോസിറ്റ്, ഇൻഷുറൻസ് എന്ന ഇനത്തിൽ 1025 ദിർഹം വേറെയും നൽകണം. അതായത് 60 ദിവസ വിസയ്ക്ക് ഏകദേശം 56,000 രൂപയും, 90 ദിവസ വിസയ്ക്ക് 66,000 രൂപയും, 120 ദിവസത്തേക്കുള്ള വിസയ്ക്ക് 63,000 രൂപയും ചെലവ് വരുന്നതാണ്. ഈ വിസയ്ക്കായി അപേക്ഷിക്കേണ്ടത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ കസ്റ്റമർ കെയർ സെന്ററുകൾ വഴിയോ അക്രഡിറ്റഡ് ടൈപ്പിംഗ് സെന്ററുകൾ വഴിയോ ആണ് വിസയ്ക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത്. പാസ്പോർട്ട് കോപ്പി, കളർ ചെയ്ത ഫോട്ടോ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത പകർപ്പ് തുടങ്ങിയവയാണ് ആവശ്യമായ അടിസ്ഥാന രേഖകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.